റഷ്യ ഉക്രൈൻ, ഇസ്രായേൽ പാലസ്തീൻ, ഇസ്രായേൽ ലെബനൻ എന്നിവയ്ക്കിടയിൽ ഉള്ളതുപോലെ സമീപകാല യുദ്ധങ്ങൾ സൈനിക പ്രതിരോധ തന്ത്രങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റമാണ് ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം അതിനൂതനമായ രീതികളിലേക്കാണ് ഇപ്പോൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത മിസൈലുകളുടെ വിന്യാസമോ സൈബർ ആക്രമണങ്ങളുടെ ഉയർച്ചയോ പേജറുകൾ, വാക്കി ടോക്കികളുടെ ഒക്കെ ഉപയോഗമോ ആകട്ടെ, യുദ്ധം നൂതനമായ രീതികളിലൂടെയാണ് ഇപ്പോൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ഭീഷണിയെയും കണ്ടെത്തിയാൽ ഉടൻ അത് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ചവരാകാൻ ഓരോ രാജ്യങ്ങളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു രീതി എന്ന് വേണമെങ്കിൽ പറയാം വ്യോമാക്രമണം. വിശാലമായ പ്രദേശങ്ങൾ നശിപ്പിക്കാനും ആയിരക്കണക്കിന് ആളുകളെ തൽക്ഷണം കൊല്ലാനും ഇതിന് കഴിയും. അതുകൊണ്ട് തന്നെ നൂതന മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ സൈനിക ആയുധ ശേഖരം ശക്തിപ്പെടുത്തുക മാത്രമല്ല, ഉയർന്ന തരത്തിലുള്ള വിമാനവിരുദ്ധ പ്രതിരോധത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതകൾ രാജ്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സങ്കീർണ സംവിധാനങ്ങൾക്ക് ഇൻകമിംഗ് ഭീഷണികളെ നിർവീര്യമാക്കാനും തടസ്സപ്പെടുത്താനും കഴിയും. ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സംവിധാനങ്ങളുള്ള 5 രാജ്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിലൊരു രാജ്യമാണ് ചൈന. ചൈനയുടെ HQ-9 ദീർഘദൂര ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റം ശത്രു വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, എയർ ടു സർഫേസ് മിസൈലുകൾ, തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയെ എല്ലാ പ്രവർത്തന ഉയരങ്ങളിലും ലക്ഷ്യമിടാനും നശിപ്പിക്കാനുമുള്ളതാണ്. കാലാവസ്ഥാ സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെ ഇത് രാവും പകലും പ്രവർത്തിക്കുന്നു. ഈ HQ-9ന്റെ വികസനം 1980കളുടെ തുടക്കത്തിൽ ആരംഭിച്ചതാണ്. തുടക്കത്തിൽ ഇത് അമേരിക്കയുടെ പാട്രിയാറ്റ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് രൂപകൽപ്പന ചെയ്തത്. അടുത്തതാണ് അമേരിക്കയുടെ SAM-MIM-104 പാട്രിയറ്റ്. ഇത് തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, അത്യാധുനിക വിമാനങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ US വികസിപ്പിച്ചെടുത്ത എല്ലാ കാലാവസ്ഥയിലും എല്ലാ ഉയരത്തിലുമുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഫേസ്ഡ് അറേ ട്രാക്കിംഗ് റഡാർ ടു ഇന്റർസെപ്റ്റ് ഓൺ ടാർഗറ്റ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് പാട്രിയറ്റ് അഥവാ MIM-104. മസാച്യൂസെറ്റ്സിലെ റെത്തിയോൺ, ഫ്ലോറിഡയിലെ ലോക്ഹീഡ് മാർട്ടിൻ മിസൈൽസ്, ഫയർ കൺട്രോൾ എന്നിവയുടെ സംയോജിത പരിശ്രമത്തിലൂടെ നിർമ്മിച്ച ഇത് 1974 US മിലിറ്ററിയുടെ ആയുധപ്പുരയിൽ ചേർന്നു. അമേരിക്കയുടെ ഈ സംവിധാനത്തിന് ഏകദേശം 100 മിസൈലുകൾ ഒരേ സമയം കണ്ടെത്താനും തിരിച്ചറിയാനും കഴിയും. അതിന് ഏറ്റവും ചെറിയ തന്ത്രപരവും അഗ്നിശമനവുമായ ഉപയൂണിറ്റായ ബാറ്ററിയിൽ 4 മിസൈലുകൾ വീതമുള്ള 4-8 ലോഞ്ചറുകളും ഉണ്ട്. അടുത്ത രാജ്യമാണ് ഫ്രഞ്ച് ഇറ്റാലിയൻ SAMBT കോംപ്ലക്സ് അഥവാ യൂറോസം. ഈ മിസൈൽ സംവിധാനം ഫ്രാൻസിന്റെയും ഇറ്റലിയുടെയും സംയുക്ത സൃഷ്ടിയാണ്. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും തീവ്രമായ ശത്രു ജാമിങ്ങിനെയും തടസ്സങ്ങളെയും പ്രതിരോധിക്കുന്നതുമാണ് ഈ സിസ്റ്റം. ഇത് യന്ത്രവൽകൃത യൂണിറ്റുകൾക്കും മാർച്ചിംഗ് ട്രൂപ്പുകൾക്കും വ്യോമ പ്രതിരോധം നൽകുന്നു. അതേപോലെ തന്നെ നിർണായകമായ നിശ്ചല സൈറ്റുകൾക്ക് ആകാശ ഭീഷണികളിൽ നിന്ന് സംരക്ഷണവും നൽകുന്നു. 1989 ജൂണിൽ എയറോസ്പേഷ്യൽ, അലീനിയ, തോംസൺ, CSF എന്നിവർ ചേർന്ന് രൂപീകരിച്ച യൂറോപ്യൻ കൺസോർഷ്യം യൂറോസം ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തു. അതിന്റെ കര അധിഷ്ഠിത ശേഷികൾക്കൊപ്പം ഫ്രഞ്ച്, ഇറ്റാലിയൻ നാവിക കപ്പലുകളിൽ ഈ സംവിധാനം വിന്യസിച്ചിട്ടുണ്ട്. അടുത്ത രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ SAM അല്ലെങ്കിൽ GTAM ഡേവിഡ്, ഇസ്രായേലി പ്രതിരോധ കരാറുകാരായ റാഫേലും US പ്രതിരോധ കരാറുകാരായ റെത്തിയോണും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ഡേവിഡ് സ്ലിംഗ്. ഇടത്തരം മുതൽ ദീർഘദൂര വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമായ ഇസ്രായേലിന്റെ ഡേവിഡ് സ്ലിംഗ് സിസ്റ്റം ഒരു മൾട്ടി ലെയർ ഡിഫൻസീവ് അറേയുടെ ഭാഗമാണ്. വിപുലമായ കവറേജും പരിരക്ഷയും നൽകുന്നു ഇത്. ഇസ്രായേലിന്റെ ആയുധപ്പുരയിലെ MIM-23 ഹോക്ക്, MIM-104 പാട്രിയറ്റ് എന്നിവയ്ക്ക് പകരം വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇസ്രായേലി മിസൈൽ സംവിധാനങ്ങളുടെ അടുത്ത തലമുറയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. അടുത്ത രാജ്യമാണ് റഷ്യ. റഷ്യയുടെ ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റം S-400 ട്രയംഫ്. റഷ്യയുടെ അൽമ സെൻട്രൽ ഡിസൈൻ ബ്യൂറോ 1990കളിൽ വികസിപ്പിച്ചെടുത്ത S-400 ഒരു മൊബൈൽ ഉപരിതല വിമാന മിസൈൽ സംവിധാനമാണ്. ഇത് 4ാം തലമുറ റഷ്യൻ SAMകളെ പ്രതിനിധീകരിക്കുന്നു. S-200, S-300 സംവിധാനങ്ങളാണ് ഇത് പിന്തുടരുന്നത്. എങ്കിലും S-400ന് നിലവിൽ ഹിറ്റ് ടു കിൽ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സാങ്കേതിക വിദ്യ ഇല്ല. ഇതേപോലെ മികച്ച രീതിയിലുള്ള ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സംവിധാനങ്ങൾ രാജ്യങ്ങൾക്കുണ്ടെങ്കിലും
പുതിയ അപകടങ്ങളെ നേരിടാൻ സൈനിക തന്ത്രങ്ങൾ എങ്ങനെ മാറുന്നുവെന്ന് സമീപകാല യുദ്ധങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വ്യോമാക്രമണങ്ങളും നൂതന ആയുധങ്ങളും വർദ്ധിച്ചതോടെ പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലാണ് രാജ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയിൽ നിക്ഷേപിക്കുന്നതിലൂടെ ഭീഷണികൾ കൂടുതൽ പ്രവചനാതീതമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാനും സുരക്ഷിതരായി നിലകൊള്ളാനും രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നു. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.